സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ ഇന്നും നഴ്സുമാരൊക്കെ സമരത്തിലാണ്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ സമരം നടത്തുന്നത്? സർക്കാർ എല്ലാം നൽകുന്നുണ്ടെങ്കിൽ. നഴ്സുമാരല്ല, എനിക്ക് തോന്നുന്നു ഡോക്ടർമാരുൾപ്പെടെ എല്ലാവരും സമരത്തിലാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശമ്പള പരിഷ്കരണ കുടിശ്ശികയും DA കുടിശ്ശികയും എത്രയും പെട്ടെന്ന് തന്നു തീർക്കുക. ഇതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ക്ഷാമം പരിഹരിക്കാൻ അതിനുള്ള പുതിയ തസ്തികകൾ ഉൾപ്പെടുത്തി പുതിയ ഡോക്ടർമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആരോഗ്യ മേഖല സർക്കാർ ആശുപത്രികളിൽ വളരെയധികം മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സാ പിഴവുകൾ വരുന്നുണ്ട്, ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് അപാകതകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെയും ഈ പറയുന്നത് പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യ മേഖലാ മന്ത്രി വീണ ജോർജിനെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടർമാരുടെ തെറ്റിന് എന്തിനാണ് വീണ ജോർജിനെ കുറ്റം പറയുന്നത് എന്നുള്ളത്. ഡോക്ടർമാർ ഈ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവർ ഇത്രയും മണിക്കൂറുകൾ ഇവർ ജോലി ചെയ്ത് അവരും എക്സോസ്റ്റഡ് ആവും ഒരു സമയം കഴിയുമ്പോൾ. സ്വാഭാവികമായും അവർക്ക് അതൊന്ന് കൈമാറി കൊടുക്കാൻ ഒരു സാഹചര്യമില്ലാതെ ആകുമ്പോൾ ഒരു സമയത്ത് കൈവിട്ടു പോകുമ്പോൾ സംഭവിക്കുന്ന പിഴവുകളാണ് ഇത്രയും വലിയ മരണങ്ങളിലേക്കും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെ കൈ മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ഈ ഒരു നമ്മുടെ ഇന്നത്തെ സർക്കാർ പറയുന്നത് പോലെ ആരോഗ്യ മേഖല കേരളത്തിൽ നമ്പർ 1 എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ വർഷത്തെയും എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ ഇതിനു മുൻപുള്ള കാലഘട്ടങ്ങളെ എടുത്തു നോക്കിയാൽ കേരളത്തിലെ ആരോഗ്യ മേഖലയോളം മികച്ചത് ഇതിനു മുൻപ് കേരളത്തിൽ പോലും ഉണ്ടായിട്ടില്ല എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അല്ല, സർക്കാർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയാണ് നമ്പർ 1 ആരോഗ്യ മേഖല. അതുകൂടാതെ കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റൊക്കെ അനുസരിച്ച് കേരളത്തിൽ ഇനി പെൻഷനും DA ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ സ്കൂളിലെ വിദ്യാർത്ഥികളല്ലാതെ മറ്റാരുമില്ല എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ എല്ലാവർക്കും സർക്കാർ DAയും TAയും മറ്റാനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും എല്ലാം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഡോക്ടർമാരൊക്കെ സമരത്തിലേക്ക് പോകുന്നത്? അപ്പോൾ ഡോക്ടർമാർ സമരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര രോഗികളാണ് വഴിയാധാരമാകാൻ പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇതൊന്നും സർക്കാർ കാണുന്നില്ല എന്നൊരു ചോദ്യവും ഇല്ലേ? അതെ, തീർച്ചയായിട്ടും ഇവിടെ സർക്കാരിനേക്കാൾ കുറച്ചുകൂടി മനസാക്ഷി ഈ പറയുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സമരം എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾപ്പെടെ ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെയെങ്കിൽ സുഖമില്ലാതെ വരുന്ന രോഗികളുടെ കാര്യം എന്താകും? സ്വാഭാവികമായും സാധാരണക്കാരെല്ലാവരും തന്നെയും ഈ പറയുന്ന ഗവൺമെന്റ് ആശുപത്രികളിൽ പോയി ആശ്രയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ ബെഡില്ലാത്തൊരു സാഹചര്യം വരെയുണ്ട്. അത്രത്തോളം രോഗികളാണ് അവിടെ നിലവിൽ ഇപ്പോൾ തന്നെ ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഈ പറയുന്ന ഡോക്ടർമാരുടെ ഒരു മനസാക്ഷി എന്ന് പറയുന്നത്, അതായത് അവര് ഈ പറയുന്ന സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും കാഷ്വാലിറ്റി, ICU അല്ലെങ്കിൽ IP ചികിത്സ പോലെയുള്ള അടിയന്തരമായ എല്ലാ ചികിത്സകളും അവർ തുറന്നു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സമരം എന്ന് പറയുമ്പോൾ അത്രയും പൂർണ്ണമായ ഒരു സമരത്തിലേക്കല്ല, പക്ഷെ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് തീരുവുള്ളൂ. ഇന്നത്തെ സർക്കാരിന്റെ ബാക്കിയുള്ള എല്ലാ മേഖലകളിലേക്കും പണം വാരിക്കോരി എറിയുന്ന, സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് ദൂർത്തുപോലെ പണം ചെലവാക്കുന്ന സർക്കാരിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു മേഖലയിൽ കണ്ണടക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സർക്കാരിന്റെ മനസാക്ഷി ഇല്ലായ്മയെ തന്നെയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, VD സതീശൻ സഹായിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് കൈ നഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് ആർട്ടിഫിഷ്യലായിട്ട് കൈ വെച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ CPMന്റെ സൈബർ ഹാൻഡുകൾക്ക് പറഞ്ഞു വെക്കാവുന്ന ഒരു കാര്യം, തിരഞ്ഞെടുപ്പ് എടുക്കുകയാണല്ലോ, അപ്പോൾ VD സതീശന് PR വർക്ക് ചെയ്യാനുള്ള ഒരു കാരണമായി എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് ചെയ്യേണ്ടിരുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെയായിരുന്നു. അവർ മുന്നിട്ടിറങ്ങി ചെയ്യേണ്ട ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് ഇറങ്ങി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തെ സർക്കാരിന്റെ ഒരു കഴിവുകേട് തന്നെയാണ്. അതിനെ ഒരു രീതിയിൽ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇപ്പോ സർക്കാർ സംവിധാനത്തിന്റെ സിസ്റ്റത്തിന്റെ പിഴവ് കൊണ്ട് ഒരു കുട്ടിക്ക് കൈ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് അതിനു വേണ്ടത് എന്തെങ്കിലും ആനുകൂല്യമാണെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ പ്രതിപക്ഷ നേതാവല്ല. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഇതിനെ കൃത്യമായി ചൂണ്ടിക്കാണിക്കേണ്ട ഒരാളാണ്. ഇപ്പോ അദ്ദേഹത്തിന്റെ ഒരു മനസാക്ഷിയുണ്ട്, അത് കൊടുത്തു. പക്ഷെ അവിടെ കൊടുക്കേണ്ടത് ആരായിരുന്നു? സംസ്ഥാന സർക്കാരായിരുന്നു. വീണ ജോർജ് കൃത്യമായിട്ട് ഇടപെട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു വേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ ജോർജ് നിയമസഭയിൽ എന്തെല്ലാം പ്രസംഗങ്ങളാണ് സംസാരിച്ചത്, അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിൽ നമ്പർ 1 ആണ്, ഇവിടെ പ്രതിപക്ഷമാണ് സർക്കാർ ആശുപത്രികളെ നശിപ്പിക്കാൻ നോക്കുന്നത്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത് സംഭവിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കാലത്ത് ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇതെല്ലാം വളരെ കുറവായിട്ടേ സംഭവിക്കുന്നുള്ളൂ, നിങ്ങളുടെ കാലത്താണ് കൂടുതൽ സംഭവിച്ചത്. എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിന്റെ സർക്കാർ സംവിധാനത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് 10 വർഷം മുമ്പിട്ട് അങ്ങനെ സംഭവിച്ചില്ലേ, ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നത് അവിടെയാണ് സർക്കാരിന്റെ നാണക്കേട്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ ബാക്കിയുള്ള എല്ലാ മേഖലയിലും ഈ ഒരു കുഴപ്പങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിനെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ കുറച്ചെങ്കിലും കണ്ണടക്കാൻ സാധിക്കുന്ന ഒരു നിലയിലേക്ക് പോകും. പക്ഷേ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തൊരു മേഖല തന്നെയാണ്. അവിടെ ഇതിനു മുൻപ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഭരിക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടാകരുത്, ഒരാളുടെ ജീവൻ പോലും നമ്മൾ കാരണം കൊണ്ട് പോകരുത് എന്ന് വിചാരിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കേണ്ടത്. ഇവിടെ
കോൺഗ്രസ് സർക്കാരിന്റെ അല്ലെങ്കിൽ UDF സർക്കാരിന്റെ കാലത്ത് ഇതൊക്കെ സംഭവിച്ചില്ല, അപ്പോൾ LDF സർക്കാരിന്റെ കാലത്ത് ഇത് സംഭവിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്കും ചെയ്യാമല്ലോ എന്ന് ചോദിക്കുന്ന ഒരു നിലയിലേക്ക് ഇന്നിപ്പോൾ ഈ പറയുന്ന ഡോക്ടർമാർ അല്ലെങ്കിൽ നഴ്സുമാർ പോലെയുള്ള ആളുകളൊക്കെ അവരുടെ ജോലിയിൽ അവർ ഉഴപ്പുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ അവർ കണ്ണടക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം അവർക്ക് അർഹിക്കുന്ന ഒരു വേതനം ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ അവർ ഇപ്പോൾ നമ്മൾ ഉൾപ്പെടെ പലരും ജോലി എടുക്കുന്നത് പണത്തിന് വേണ്ടി തന്നെയാണ്. അതിപ്പോൾ ഡോക്ടർമാരായതുകൊണ്ട് മാത്രം അവർ മാലാഖമാരെ പോലെ പണം ഇല്ലാതെ ജോലി എടുക്കണമെന്നൊന്നും പറയുന്നതിൽ ന്യായമുള്ള കാര്യമൊന്നുമല്ല. സ്വാഭാവികമായും ഇവർ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സ്വീകരിക്കാനേ സാധിക്കുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പണം നൽകാതെ എപ്പോഴും ഈ പറയുന്നത് പോലെ അവരുടെ കാര്യങ്ങൾ നടത്താതെ എപ്പോഴും രോഗികളെ ചികിത്സിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ അവർക്കും മടുക്കും. ഇപ്പൊ മടുക്കുന്നത് മാത്രമല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ വിട്ടിട്ട് സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരൊക്കെ അത്രയും മിടുക്കരായിട്ടുള്ള ഡോക്ടർമാരാണ്, അത്രയും കഴിവുള്ള ഡോക്ടർമാരാണ്. അപ്പോൾ കാരണം അവരുടെ പഠനമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും അതിലെല്ലാം മികച്ചതായി നിൽക്കുന്നതുകൊണ്ടാണ് അവർ മെഡിക്കൽ കോളേജിലേക്കൊക്കെ അവർക്ക് ജോലി കിട്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു തുക, നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സാലറി എന്ന് പറയുന്ന അല്ലെങ്കിൽ വേതനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ വേതനത്തിന്റെ അടിസ്ഥാനത്തിൽ വെച്ച് തൂക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികൾ കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് വലിയ എമൗണ്ടുകളാണ്. ഇതൊന്നും വേണ്ട, സർക്കാർ ആശുപത്രിയിൽ ഞങ്ങൾ നിൽക്കാം എന്നുള്ള അവരുടെ ഒരു മാനസികമായിട്ടുള്ള സ്നേഹം കൊണ്ടാണ് സർക്കാർ ആശുപത്രികൾ നിലനിന്ന് പോകുന്നത്. അല്ല, ഇതിവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സർക്കാർ ആശുപത്രികളിൽ പോകുന്ന ആളുകളൊന്നും തന്നെയും പൂർണ്ണമായും ഫ്രീ ചികിത്സയിലൂടെ പോകുന്നവരൊന്നും അല്ല. കാരണം ഇപ്പോൾ ഒരു അസുഖവുമായോ ഈ പറയുന്നത് പോലെ ഗവൺമെന്റ് ആശുപത്രികളിൽ മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏത് ആശുപത്രികളായിക്കോട്ടെ ഭൂരിഭാഗം ഒട്ടൊട്ടുമിക്ക അസുഖങ്ങൾക്കും ഇത്തരത്തിൽ അഡ്മിറ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ വരുമ്പോൾ കൃത്യമായി പൈസ കൊടുത്ത് തന്നെയാണ് ചികിത്സിക്കുന്നത്. പക്ഷേ പുറത്ത് പ്രൈവറ്റ് ആശുപത്രിയിലുള്ളതിനേക്കാൾ കുറവാണ് എന്നുള്ളൊരു സാഹചര്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഫ്രീ ചികിത്സ ഒന്നും നൽകുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഈ ഒരു സമരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ പ്രധാനമായും പ്രതിസന്ധിയിലാവുന്ന മറ്റൊരു വിഭാഗം കൂടിയുണ്ട്, ഈ പറയുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള ഡോക്ടർമാര്. അതായത് അവരുടെ കൂടി വിദ്യാഭ്യാസം കൂടി മുടങ്ങുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെയും പല പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ പഠിക്കാതെ ഒരു സമയം കഴിയുമ്പോൾ സ്വാഭാവികമായും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി ഇറങ്ങുന്നു, മറ്റൊരിടത്ത് ജോലിക്ക് കയറുന്നു. അപ്പോൾ അവർക്ക് ലഭിക്കാതെ പോകുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാതെ പോകുന്ന പരിശീലനങ്ങൾ തീർച്ചയായും ഒരു കുറവായി തന്നെ അവിടെ നിൽക്കും എന്നുള്ളതാണ്. തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ അവര് പുറത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഡോക്ടർമാരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും അവർക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന പൈസ എന്ന് പറഞ്ഞാൽ വേതനം എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുന്നതിന് അപ്പുറമുള്ള വേതനമാണ്. അപ്പോൾ അവരിവിടെ കിടന്ന് ആട്ടും തുപ്പും എല്ലാം സഹിച്ച് കഷ്ടപ്പെട്ട് പട്ടിപ്പണിയെടുത്ത് അവർക്ക് ചെറിയ വേതനം കിട്ടുന്ന സാഹചര്യത്തിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ അത്യാവശ്യം വേതനം കൊടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അബ്രോഡേക്ക് പോവുകയാണെങ്കിൽ വളരെ വലിയ തുക, ഒറ്റടിക്കാൻ വളരെ വലിയൊരു തുക കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് വളരെ വലിയൊരു ബിസിനസ് സാമ്രാജ്യമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനപ്പുറത്തേക്ക് ഒരാളുടെ ജീവൻ വെച്ച് കളിക്കുന്നൊരു വിഷയമാണ് ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. എന്തെങ്കിലും ചെറിയൊരു തെറ്റുണ്ടായി കഴിഞ്ഞാൽ വലിയ വിഷയങ്ങൾ അവിടെ സംഭവിക്കാൻ, മരണം വരെ സംഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അറിഞ്ഞുകൊണ്ടോ അല്ലാതെയോ ചിലപ്പോൾ ഈ ഡോക്ടർമാരോ അല്ലെങ്കിൽ നേഴ്സുമാരോ സ്ഥാപനത്തിലെ സ്റ്റാഫുകളോ ഇതിനകത്ത് ഭാഗപാത്രങ്ങളാകാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് വേണ്ടുന്ന പരിഗണന കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവിടുത്തെ ആരോഗ്യ മേഖല തകർന്നു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട മനുഷ്യന് പോകാനൊരു ഇടമില്ലാതാകുമെന്നതാണ് ഒരു യാഥാർത്ഥ്യം.